യെസ്, ശ്രീ രവിശങ്കർ, പന്തളത്ത് അയ്യപ്പ ഭക്തർ ഒഴുകിയെത്തിയതിന് പോലീസ് എന്ത് പിഴച്ചു? നമസ്കാരം സാറേ. പന്തളത്ത് അയ്യപ്പ ഭക്തർ എത്തി എന്ന് ഞാൻ കാണുന്നില്ല. പന്തളത്ത് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ സംഘടനകളുടെയും ഒരു യോഗം നടന്നു. പമ്പയിൽ നടന്നത് അതല്ല. പമ്പയിൽ വളരെ കൃത്യമായി ആളുകളുടെ എണ്ണം പറഞ്ഞ് ഇത്ര ആളുകൾ പങ്കെടുക്കണം, ആ ആളുകളെ അറിയിച്ച് അവർ വെർച്വലായി ബുക്ക് ചെയ്ത് ഇന്ന സ്ഥലത്തു നിന്ന് ഇന്ന ആളുകൾ വന്ന് പങ്കെടുത്ത ഒരു അയ്യപ്പ സംഗമമാണ്. ഞങ്ങളതിൽ അയ്യപ്പ സംഗമത്തിൽ ഉദ്ദേശിച്ചത്, കേരള ഗവൺമെൻറ് ഉദ്ദേശിച്ചത്, അയ്യപ്പന്മാർക്ക് എങ്ങനെ ഓരോ തീർത്ഥാടന കാലവും സുഗമമായി ഭഗവാനെ കണ്ട് തിരിച്ചു പോകാനുള്ള വഴിയൊരുക്കൽ, അവർ വരുന്ന വഴിയിലെ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം എങ്ങനെ ഉണ്ടാക്കാം, ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ എങ്ങനെ നടപ്പാക്കാം, എത്രയും വേഗതയേറിയ രൂപത്തിൽ അതിൻ്റെ ഇടത്താവളങ്ങളുടെ പുരോഗതിയിലേക്ക് എത്തിക്കാം, അവിടെ വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഒരുക്കാം, ശബരിമലയിലുമായി ബന്ധപ്പെട്ട് വരുന്ന വിമാനത്താവളത്തിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം, ശബരി റെയിൽ പാതയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇതൊക്കെയാണ് ഞങ്ങളവിടെ ഈ കേരള സംസ്ഥാന സർക്കാർ അവിടെ ചെയ്ത കാര്യം. പന്തളത്ത് എന്താ നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. അവിടെ ഇപ്പോൾ പമ്പയിൽ CPIM എന്ന് പറയുന്ന കേരളത്തിലെ രാഷ്ട്രീയ കക്ഷി വിചാരിച്ചാൽ പെരുന്നാട് പഞ്ചായത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു 10-15,000 പേരെ ഇറക്കാൻ പറ്റും. അപ്പം CPMൻ്റെ സമ്മേളനമൊന്നുമല്ല അവിടെ നടന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമ്മേളനവും അല്ല അവിടെ നടന്നത്. മറിച്ച് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരെ വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിക്കലായിരുന്നു. ആ ആലോചിക്കുന്ന യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ആ ഹാൾ നിറഞ്ഞ് കവിഞ്ഞിരുന്നു. ആ ഹാളിന് പുറത്ത് ആളുകളുണ്ടായിരുന്നു. പങ്കെടുക്കാൻ നിശ്ചയിക്കപ്പെട്ട ആളുകളെല്ലാം തന്നെ അവിടെ എത്തിയിരുന്നു. അതല്ലാതെ അത് രാഷ്ട്രീയ സമ്മേളനം നടത്തുകയല്ല ചെയ്തത്. പന്തളത്ത് എന്താ നടത്തത്? പന്തളത്ത് സംഘപരിവാർ സംഘടനകളുടെ അറിയിപ്പ് പ്രകാരം ആളുകളെ വാഹനത്തിലെത്തിച്ച് അവിടെ കുറേയേറെ ആളുകൾ ഉണ്ടായി വന്നു. അത് അയ്യപ്പന്മാരാണ് എന്ന് പറയുന്നതിൽ ഒരു വിചിത്രവാദമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതൊരു BJP സംഗമം അല്ലെങ്കിൽ സംഘപരിവാർ സംഗമം, RSSും BJPയും സംഘപരിവാർ സംഘടനകളും ചേർന്ന് നടത്തിയ ഒരാൾക്കൂട്ടം. എന്ത് പ്രയോജനമുണ്ട് അതുകൊണ്ട്? ഞാൻ ചോദിച്ചോട്ടെ, ആ യോഗത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാർ ആരെങ്കിലും പങ്കെടുത്തിരുന്നോ? കേന്ദ്ര ഗവൺമെൻറ് ഈ വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ ഇത്ര കോടി രൂപ ഞങ്ങൾ ഉണ്ടാക്കും എന്നതിനെ സംബന്ധിച്ചൊരു ചർച്ചയുണ്ടായോ? അവിടെ എന്തെങ്കിലും ഒരു പ്രയോജനം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാം. അവിടെ വന്ന ആരെങ്കിലും പാർട്ടി പരിപാടിയല്ല എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമായല്ലോ. BJPയുടെ പരിപാടിയാണെങ്കിൽ ഇനി സാർ ചോദിച്ച വിഷയത്തിലേക്ക് വന്നില്ല. കേന്ദ്രമന്ത്രിമാരെ പങ്കെടുപ്പിക്കുമായിരുന്നില്ലേ? അപ്പൊ അവിടെ തന്നെ താങ്കളുടെ വാദം പൊളിഞ്ഞില്ലേ? BJPയുടെ പരിപാടി ഞാൻ ചോദിച്ചത് അങ്ങ് ഇപ്പോഴും അങ്ങ് അറിഞ്ഞു. ഈ ഞാൻ ചോദിച്ചത് ഉറക്കം നടിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡും കേരള ഗവൺമെന്റും പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തന്മാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സുഗമമായി തീർത്ഥാടന കാലം ഒരുക്കുന്നതിന് വേണ്ടിയും അവിടെ എന്തൊക്കെ അതിന് മാറ്റങ്ങൾ വരുത്തണം, അവർ വരുന്ന വഴികളിലെ ഇടത്താവളങ്ങൾക്ക് എന്ത് മാറ്റം വരുത്തണം, അവരുടെ ശൗചാലയങ്ങൾ എങ്ങനെ നിർമ്മിക്കണം, അവിടേക്ക് വിമാനത്താവളം അതിനടുത്ത് എവിടെ കൊണ്ടുവരാൻ കഴിയും, അവിടെ ശബരി റെയിൽ പാത ഇന്ത്യയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 9 വർഷം ഇതെല്ലാം അറിയാം. ഞാൻ ചോദിച്ചു 90 സമഗ്രമായി ആലോചിക്കുന്നത്. ഈ 9 വർഷം ഭരിച്ചപ്പോഴും അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതല്ലേ? അല്ലല്ലോ സാർ, അത് തെറ്റാണ് അങ്ങ് പറയുന്നത്. അങ്ങ് അറിഞ്ഞുകൊണ്ട് അറിവില്ലായ്മ നടിക്കുകയാണ്. ഈ 9 വർഷക്കാലവും അറിഞ്ഞുകൊണ്ട് അറിവില്ലായ്മ പറയുകയാണ്. അറിയാം അങ്ങേപ്പോലെ വളരെ കൃത്യമായ പഠനമുള്ള ഒരു മാധ്യമപ്രവർത്തകന് കഴിഞ്ഞ 9 വർഷക്കാലം ശബരിമലയിൽ കേരള ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് വ്യക്തമായി അറിയാം. അതിനു മുമ്പ് ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നല്ലോ, അവർ നടത്തിയ വികസന പ്രവർത്തനത്തെക്കുറിച്ചും അങ്ങേക്കറിയാം. അപ്പം തീർച്ചയായിട്ടും ഇത് തമ്മിലുള്ള താരതമ്യം ഉണ്ടാവണ്ടേ? കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വികസനത്തിനായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ അങ്ങേക്ക് എന്നേക്കാൾ നന്നായി അറിയാം. പക്ഷെ അങ്ങത് മറച്ചു വെക്കുകയാണ്. അത് ശരിയല്ല. ഇവിടെ ഞാൻ ചോദിച്ചതല്ല. പന്തളത്ത് ഈ BJP എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ 2014 മുതൽ 2025 വരെ ഈ കാലഘട്ടത്തിൽ അരുൺ ജെയ്റ്റ്ലിയും ഇപ്പോൾ നമ്മുടെ വനിതയുണ്ടല്ലോ
സാമ്പത്തികകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ മാഡവും അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ബഡ്ജറ്റുകളിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് ശബരിമല വികസനത്തെക്കുറിച്ചോ ശബരിമലയിലെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ പരാമർശിച്ചിട്ടുണ്ടോ? അപ്പൊ ശബരിമലയെക്കുറിച്ച് എന്ത് ധാരണയാണ് നിങ്ങൾക്കുള്ളത്? കേന്ദ്ര സർക്കാർ ശബരിമലയിൽ എന്ത് വികസനം നടത്താനാണ് ഇന്ത്യ ഗവൺമെന്റ് ആലോചിച്ചത്? ഇത് വെറുതെ പറയുന്നതല്ലേ? വല്ലതും അനുവദിച്ചിട്ടുണ്ടോ? എന്താണ് സാർ? ഏത് കോടിക്കണക്കിന് രൂപയാണ്? എവിടെയാണ് സാർ ആ കോടിയുടെ കണക്ക്? സാർ എന്നോടൊന്ന് പറഞ്ഞാട്ടെ. 100 കോടി രൂപ ആ കോടിയുടെ കണക്ക് സാർ എന്നോടൊന്ന് പറഞ്ഞു. ഞാൻ കോടിയുടെ കണക്ക് പറയാം. ഞാൻ കോടിയുടെ കണക്ക് പറയാം. സർക്കാരാണ് ഇവിടെ ഏതാണ് സാർ ഇപ്പൊ ചോദിക്കുന്നത്? ബജറ്റിൽ വികസനത്തിന് വേണ്ടി വല്ലതും നീക്കി വെച്ചിട്ടുണ്ടോ? രാജ്യത്തെ ക്ഷേത്രങ്ങളുടെ വികസനത്തിനായി ഞാനൊന്ന് പറയട്ടെ. രാജ്യത്തെ ക്ഷേത്രങ്ങളുടെ വികസനത്തിനായി ഞാൻ ഒന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ് എനിക്ക് തരണം. ഒരു സെക്കൻഡ് അങ്ങ് എനിക്ക് തരണം. ഒരു സെക്കൻഡ്. രാജ്യത്തെ ക്ഷേത്രങ്ങളുടെ വികസനത്തിനായി പ്രസാദം എന്നൊരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രസാദം പദ്ധതിയിൽ 100 കോടി രൂപ കേന്ദ്രം അനുവദിച്ചപ്പോൾ ആ കേന്ദ്രത്തിൽ 52 കോടി മാത്രമേ അവർക്ക് ചെലവാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആരുടെ കുറ്റമാ? കേരള ഗവൺമെന്റ് കുറ്റമാണോ? കേരള ഗവൺമെന്റ് അതാണോ ചെയ്തത്? 664 കോടി രൂപയാണ് അവിടെ അനുവദിച്ചത്. അത് ഞങ്ങൾ അവിടെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് കാണുന്നില്ലല്ലോ. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സാറിന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്തത് എന്റെ കുറ്റമല്ല. സാറിന്റെ കണ്ണുകളുടെ കാഴ്ച ഞാൻ ചോദിച്ചിട്ട് സാർ ഒറ്റ കാര്യം അല്ല. ഞാൻ നമ്പ്യാർ സാറും അല്ല ഒറ്റ കാര്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ. സാറും സാറും ചെറിയ കാലത്ത് ശബരിമലയിൽ പോകുമ്പോ കഴുതയുടെ പുറത്തായിരുന്നു സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോൾ അതല്ല. അത് ശരിയായ രൂപമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ട്രാക്ടർ കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിച്ചു. ഇപ്പൊ ട്രാക്ടറാണ് അവിടെ സാധന സാമഗ്രികൾ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്. അതും പ്രായോഗികമല്ല എന്ന് പറഞ്ഞപ്പോൾ റോപ്പ് വേ കൊണ്ടുവരാൻ തീരുമാനിച്ചു. റോപ്പ് വേ കൊണ്ടുവരുന്ന പദ്ധതിക്കായിട്ട് 116 കോടി രൂപയാണ് ഞങ്ങൾ ചെലവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അന്തിമ അനുമതി നിങ്ങൾ കേന്ദ്രം തന്നിരിക്കുന്നു. ആ അനുമതി കൊള്ളാവുന്ന പദ്ധതിയാണ് എന്ന് ബോധ്യപ്പെട്ട്. ശരിയല്ലേ? ഇങ്ങനെയാണോ പറയേണ്ടത്? അപ്പൊ ശബരിമലയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുക. ഇനി അങ്ങ് പറഞ്ഞ ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറയേണ്ടതുണ്ട്. പന്തളത്ത് നടന്ന ഈ BJPയുടെ യോഗത്തിൽ പോലീസിന് മെമ്മോ കൊടുത്തു എന്ന് അങ്ങ് ഒരു അറിവ് പറയുകയാണ്. എന്റെ അന്വേഷണത്തിൽ അവിടുത്തെ ഒരു CIക്കും ഒരു മെമ്മോയും കൊടുത്തിട്ടില്ല. അവിടുത്തെ സ്പെഷ്യൽ പോലീസുകാർക്ക് മെമ്മോ കൊടുത്തു എന്നാണ് അങ്ങ് ആരോപിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടുത്തെ സ്പെഷ്യൽ പോലീസിന്റെ ജോലി എന്താ? സ്പെഷ്യൽ പോലീസിന്റെ ജോലി ഒരു സംഭവം ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ അവിടെ ഒരപകടവും ഉണ്ടാവാതെ, ആൾക്കൂട്ടം വരുന്നുണ്ട് എങ്കിൽ ഒരപകടവും ഉണ്ടാകാതെ അതിനെ കൊണ്ടുപോകാൻ വേണ്ടുന്ന കരുതലെടുക്കുക എന്നുള്ളതാണ്. കേരള ഗവൺമെന്റിന്റെ പോലീസ് വളരെ വിജിലന്റായി ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അവരുടെ കണക്ക് കൂട്ടലിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും അപകടം നടന്നാൽ ആ അപകടത്തിന്റെ ഉത്തരവാദിത്തം കേരള ഗവൺമെന്റിൽ വന്നു ചേരുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് ശ്രദ്ധാപൂർവം അത് ആലോചിക്കേണ്ടതായിരുന്നു എന്നത് മാത്രമായിരിക്കും അവിടെ കണ്ടത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കാണാതെ പോയത് തെറ്റല്ലേ? ഇവിടെ ഇനി ഒരു വിഷയം കൂടെ ഉണ്ട്. നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര വകുപ്പ് വിജയത്തിലാണോ? ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് 200 കിലോമീറ്റർ ഉള്ളിലേക്ക് ഭീകരൻ കയറി വരുന്ന കാണാതെ പോയ ആഭ്യന്തര വകുപ്പാണ് രാജ്യത്തുള്ളത്. ആ രാജ്യത്തെ വകുപ്പാ കേരളത്തിലെ സ്പെഷ്യൽ പോലീസിനെ കുറ്റം പറയാൻ നിൽക്കുന്നത്. 27 പേരെ വെടിവെച്ച് കൊന്നു. പന്തളത്ത് ഒരു അപകടവും നടന്നില്ല സാർ. കേരളത്തിലൊരു അപകടവും നടന്നില്ല സാർ. അപ്പൊ സാറത് മനസ്സിലാക്കണം. എന്താ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണ്ടേ? പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് രാജ്യാതിർത്തിയിൽ നിന്നും ഭീകരപ്രവർത്തകർ 200 കിലോമീറ്റർ അത് ചർച്ച അല്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അങ്ങോട്ട് പറഞ്ഞത് അങ്ങേക്ക് ആ കാര്യങ്ങൾ അറിയാവുന്ന ആളായോണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പന്തളത്ത് അങ്ങനെ മെമ്മോ കൊടുത്തു എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്കും കേരള ഗവൺമെന്റ് മെമ്മോ കൊടുത്തിട്ടില്ല. ഒരാളെയും സസ്പെൻഡ് ചെയ്യാൻ പോയിട്ടില്ല. ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്ര തീരുമാനിച്ചിട്ടില്ല. അതെല്ലാം വെറുതെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കഥകൾ മാത്രമേ ഞങ്ങൾ അതിനെ കാണൂ. വാർത്ത തന്നെ താങ്കൾ നിഷേധിക്കുകയാണ്. യെസ്, ഇന്ന് ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള ആ വിഷയം
അതുണ്ടായിട്ടില്ല, മെമ്മോ കൊടുത്തിട്ടില്ല, മെമ്മോ ഇഷ്യൂ എന്നോട് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ പറഞ്ഞിരുന്ന കാര്യം പന്തളത്തെ ഞാനത് പറഞ്ഞു സർ, സർക്കിൾ ഇൻസ്പെക്ടർക്കും പോലീസ് സബ് ഇൻസ്പെക്ടർക്കും അടൂരെ DYSP അടക്കമുള്ള ആളുകൾക്ക് ചാർജ് ഷീറ്റ് മെമ്മോ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നതായി ഞാൻ കരുതുന്നില്ല. ഞാൻ എന്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സ്പെഷ്യൽ പോലീസിന്റെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞു.